ആയുർവേദ പഞ്ചകർമ്മ ചികിത്സ എടുത്തിട്ടുള്ളവർ അല്ലെങ്കിൽ ആ പഞ്ചകർമ്മ ചികിത്സയെപ്പറ്റി ഇത്രയെങ്കിലും അറിവുള്ളവർ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞവരക്കിഴി അല്ലെങ്കിൽ ഞവരത്തേപ്പ് എന്നുള്ളതൊക്കെ. അപ്പം എന്താണ് ഞവര, എന്തൊക്കെയാണ് ഈ ഞവരക്കിഴിയുടെ ബെനിഫിറ്റ്സ് എന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമസ്കാരം, നല്ലയിൽ ആയുർവേദയിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ. ആദ്യം നമുക്ക് ഞവര അരി എന്താണെന്ന് തുടങ്ങാം. ഞവര അരി എന്ന് പറയുമ്പോൾ നമ്മൾ സംസ്കൃതത്തിൽ തന്നെ ഷഷ്ടികാശാലി എന്നാണ് പറയുന്നത്. അതായത് 60 ദിവസത്തിനുള്ളിൽ വിളവെടുക്കുന്ന ഒരു അരിയാണ്. ഇതിന്റെ സയന്റിഫിക് നെയിം ഒറൈസ സറ്റൈവയാണ്. അപ്പം ഇത് ഔഷധമായിട്ട് മാത്രമല്ല ആഹാരമായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇതിന് മധുരരസമാണ്. അത് ചെറിയ കുട്ടികളിൽ നമുക്ക് വെയിറ്റ് ഒക്കെ കുറവാണെങ്കിൽ, അത് 6 മാസം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം കുട്ടികൾക്ക് വെയിറ്റ് കുറവാണ് അല്ലെങ്കിൽ വേണ്ടത്ര തൂക്കം വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അരി നമുക്ക് കുറുക്കായിട്ട് കൊടുക്കാവുന്നതാണ്. പൊടിച്ചിട്ട് കുറുക്കായിട്ട് കൊടുക്കാം. അതേപോലെ ഗർഭിണികളിൽ അപ്പോൾ സ്കാനൊക്കെ ചെയ്യുമ്പോൾ കുട്ടിക്ക് തൂക്കം കുറവാണെന്ന് പറയുകയാണെങ്കിൽ തന്നെ ഗർഭിണികൾക്ക് ഇത് കഞ്ഞി വെച്ചൊക്കെ കൊടുക്കാം. അതുപോലെ ലാക്ടേഷൻ പീരീഡിൽ അമ്മമാർക്ക് പാല് കുറവാണെങ്കിൽ ഇത് ഞവര അരി എടുത്ത് കഞ്ഞി വെച്ച് അതിൻ്റെ കൂടെ തേങ്ങാപ്പാലും അല്ലെങ്കിൽ ചെറുപയറൊക്കെ ചേർത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. പാലുണ്ടാവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ തവിടെണ്ണ, നല്ല ജോയിൻസ് പെയിനിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എണ്ണയാണത്. അതുപോലെ തന്നെ ഇത് നമ്മൾ പോസ്റ്റ് സർജറിക്ക് നമ്മൾ ഹീലിങ്ങിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. സർജറി കഴിഞ്ഞ് കിടക്കുന്ന ആളുകൾക്ക് മുറിവുകൾ പെട്ടെന്ന് ഹീലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കഞ്ഞി വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊരു ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡ് ആയതുകൊണ്ട് തന്നെ ഏതൊരു പ്രായക്കാർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ, പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് സുഖമായിട്ട് കഴിക്കാം. ഇതൊരു ഡൈജസ്റ്റീവ് ഇഷ്യൂസും ഉണ്ടാക്കാറില്ല. അതേപോലെ തന്നെ ചെറിയ കുട്ടികളിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ, അതുപോലെ തന്നെ ബോൺ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ അരി ഉപയോഗിച്ച് കുറുക്കോ അല്ലെങ്കിൽ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി പഞ്ചകർമ്മ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഞവരക്കിഴി, ഷഷ്ടികാശാലി, പിണ്ടസ്വേദം, അതുപോലെ തന്നെ ഞവരത്തേപ്പം. ഈ ഞവരക്കിഴി എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചകർമ്മയുടെ പൂർവ്വകർമ്മയിൽ ചെയ്യുന്നതാണ്. നമ്മുടെ കിഴി പിടിക്കുകയാണ്. ഞവര വേവിച്ച് നമ്മൾ പാലിലോ അല്ലെങ്കിൽ അനുയോജ്യമായ കഷായത്തിൽ വേവിച്ചിട്ട് കിഴി കെട്ടി നമുക്ക് കുറുന്തോട്ടി കഷായത്തിലൊക്കെ മുക്കിയിട്ടാണ് നമ്മൾ കിഴി പിടിക്കുന്നത്. അത് വളരെ ബെനിഫിറ്റാണ്. കാരണം മസിൽ വേസ്റ്റിംഗ് അല്ലെങ്കിൽ ഫൈബ്രോമയാളജി, അതുപോലെ ജോയിന്റ് മസ്കുലർ പെയിന്, ഇതിനൊക്കെ നമ്മൾ ഈ ഞവരക്കിഴി കൊടുക്കുന്നത് വളരെ സഹായകരമാവാറുണ്ട്. അതേപോലെ ഞവര ലേപം അല്ലെങ്കിൽ ഞവര തേപ്പ് എന്ന് പറയുന്നത് ഞവര വേവിച്ച് നമ്മുടെ ബോഡിയിൽ തേക്കുകയാണ്. അത് തേക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും എക്സിമ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സർക്കുലേഷൻ കൂട്ടാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. കാരണം ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ സർക്കുലേഷൻ കൂടും, നമ്മുടെ മൈൻഡ് റിലാക്സ് ആവും, നമ്മൾ കാം ആവും, നമ്മുടെ സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കുറയും. അതുപോലെ നമ്മുടെ മസിൽ വേസ്റ്റിംഗ്, ഫൈബ്രോമയാളജി കാരണം നമ്മുടെ ബോഡിയിൽ പല ഭാഗത്തുണ്ടാകുന്ന വേദനകൾ, സന്ധിവേദന, ന്യൂറോ മസ്കുലർ പ്രശ്നങ്ങളൊക്കെ ഇത് കാരണം കുറയാൻ ഹെൽപ്പ് ചെയ്യും. ഒരു കോസ്മെറ്റോളജിക്കൽ പർപ്പസിനായിട്ട് കൂടി നമ്മൾ ഞവര ഉപയോഗിക്കാറുണ്ട്. കാരണം ഇത് സ്കിന്ന് സോഫ്റ്റ് ആവാനും അല്ലെങ്കിൽ ഹൈപ്പർ അലർജിക്ക്, ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ അത് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളത് ഫേസ് പാക്കായിട്ടും ഇത് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പേസ്റ്റൊക്കെ ഫേസ് പാക്കായിട്ടും അല്ലെങ്കിൽ ഫേസ് സ്ക്രബായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം അത്രയും ബെനിഫിറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ് ഞവര അരി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റും അത്രയും ബെനിഫിറ്റഡ് ആണ്. ഇനിയിപ്പോൾ കർക്കിടകമൊക്കെ വരാൻ പോവുകയാണ്. നമ്മൾ കർക്കിടകത്തിലെ കിറ്റിലും ഔഷധ കിറ്റിലും നമ്മൾ ഞവരയാണ് ഉപയോഗിക്കാറ്. അപ്പം ഞവരയുടെ ഗുണങ്ങളോ അല്ലെങ്കിൽ ഞവര കൊണ്ട് ചെയ്യുന്ന ചികിത്സയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി.